പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. ഹാ 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 ഹാലേലുയ, 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 ഹാ 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 ഹാലേലുയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം മുഴുവനും ഞങ്ങളെ കാത്തല്ല, സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ല, നന്നായി ഉറങ്ങി ഉണരുവാനും ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പാനും സ്വർഗം തന്ന ഭാഗ്യത്തിനായി നന്ദിയപ്പ, നന്ദിയപ്പ, നന്ദിയപ്പ. സ്തുതിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ രാവിലെ സമയം ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ കർത്താവേ. സമാധാനത്തോടും സൗഖ്യത്തോടും സൂക്ഷിക്കണമേ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരെ അവിടുന്ന് ദൈവകൃപയിൽ വളർത്തി തരുമാറാകണമേ കർത്താവേ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കൺമണി പോലെ സൂക്ഷിക്കുമാറാകണം. ആപത്തപകടങ്ങൾ വിടുവിക്കുമാറാകണം. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. എൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ സഹായിക്കണമേ കർത്താവേ. പഠിക്കാൻ വേണ്ടുന്ന ബുദ്ധിയും ഞാനും അവർക്ക് കൊടുക്കണമേ. എൻ്റെ അപ്പച്ചൻ്റെ കരം അവരെ ചേർത്ത് പിടിക്കണമേ കർത്താവേ. നല്ല ജയത്തോട് ജീവിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പരീക്ഷകളിലും കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഓർമ്മശക്തിയും ബുദ്ധിയും അവർക്ക് കൊടുക്കണേ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾ, പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അപ്പോൾ BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. OIT IELTS പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. എല്ലാ പരീക്ഷകളിലും കൂടെ ഇരിക്കണമേ കർത്താവ്. ഓർമ്മശക്തി കൊടുക്കണമേ. നന്നായി എഴുതുവാൻ ഇടയാക്കണേ. വലിയ ജയത്തോടെ അവരെ നടത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അവരെ കൊണ്ടൊന്ന് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട വിശാലമാർന്ന വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിച്ചാട്ട് കർത്താവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക, പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ്. യേശുവേ, ദാവീദ് പുത്രാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ, കരുണ കാണിക്കണമേ. പ്രത്യേകിച്ചും ഹാലേലൂയ കർത്താവേ, ഹാലേലൂയ കർത്താവേ. നടക്കുന്ന എല്ലാ പരീക്ഷകളെയും ഒന്നുകൂടി ഏൽപ്പിക്കുകയപ്പാ. ആ പരീക്ഷ ഡേറ്റിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗം എൻ്റെ കുഞ്ഞുങ്ങളെ കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരുവിധ തടസ്സമോ പ്രയാസമോ പ്രതികൂലമോ ഉണ്ടാകാൻ ഇടയാകാതെ തക്ക സമയത്ത് കർത്താവേ, ആ പരീക്ഷാ സെൻറ്ററിലൊക്കെ ചെന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരുന്ന് പരീക്ഷ എഴുതണം. എല്ലാ ഭീതിയും ഭാരവും ഭയവും മാറ്റണം. പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതണം. എൻ്റെ അപ്പൻ്റെ കരം അവരെ ചേർത്ത് പിടിക്കണം. ആമേൻ. ഹാലലേ. സ്വർഗം അവരെ സഹായിക്കണമേ കർത്താവ്. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ദൈവമേ, ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ. ജോലി സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ സംരക്ഷണം അവർക്ക് ആവശ്യമാണ്, ബലം ആവശ്യമാണ് കർത്താവേ. എല്ലാ പ്രയാസ പ്രതികൂലത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ അപ്പൻ കൺമണി പോലെ സൂക്ഷിക്കണം. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യം കൊടുത്ത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചാട്ട് കർത്താവേ പ്രാർത്ഥിച്ചേൽപ്പിക്കും. നേറിയ പ്രതിഫലം കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവേ. സമാധാനത്തോടും സന്തോഷത്തോടും ദൈവകൃപയിലും ജീവിപ്പാൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു തലമുറകളെയെല്ലാം അനുഗ്രഹിച്ച് ബാലപീഠയിൽ നിന്ന് വിടുവിച്ച് വളർത്തി തന്നാട്ട് കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ചുറ്റുപാടുകളെ അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളെ ഹാലലി അനാഥരെ വിധവകളെ ഓർക്കുന്നു, രോഗികളെ ദുഃഖിതരെ സമർപ്പിക്കുന്നു, കഷ്ടം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് സംരക്ഷിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം ആകയാൽ സ്തോത്രം സ്തോത്രം കർത്താവേ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണം. ഞങ്ങളുടെ ആവലാതിയും പരാതിയും സ്വർഗം കൈക്കൊള്ളുമാറാകണം. അത്ഭുതങ്ങളെ ചെയ്തേ മതിയാകും കർത്താവേ. ഹാലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നപ്പോൾ തലചായ്ക്കാൻ ഒരു ഇടം കൊടുക്കണമേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന അതിൻ്റെ പണികളെ പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ടപ്പാ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ താങ്ങിക്കൊള്ളണമേ. ജോലി ചെയ്യുന്ന മക്കൾ, യാത്ര ചെയ്ത് കടന്നു പോകേണ്ടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. ഉദരബലം കൊടുത്ത് അനുഗ്രഹിച്ച് ദൈവമേ, അവരുടെ അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. മാസന്തികയോളം കൂടെ ഇരിക്കണമേ. ഉള്ളംകരത്തിൽ അവരെ വഹിക്കണമേ. ഊനമില്ലാത്ത തലമുറ കൊടുത്ത് സഹായിക്കണമേ. സുഖപ്രസവം നൽകണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക അപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്, സ്നേഹം ലഭിക്കാത്ത ജീവിതങ്ങളുണ്ടപ്പാ. എപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അപ്പോൾ താഴ്മയുള്ള മനോഭാവം, സ്നേഹമുള്ള മനോഭാവം, ക്ഷമിപ്പാനും സഹിപ്പാനുമുള്ള ദൈവകൃപ ഓരോ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻകോപങ്ങളിൽ നല്ലവരെയും വിട്ടുവയ്ക്കുമാറാകണമേ. സന്തോഷമുള്ള ജീവിതം നയിപ്പാൻ ഇടയാക്കണേ. ആരും ഭിന്നഭിന്നമായിപ്പാൻ സമ്മതിക്കല്ലേ. സ്വർഗ്ഗം അവരെ സഹായിക്കണേ. കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അപ്പാ. ദൈവമേ, കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്നവരുണ്ടപ്പോൾ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ വിഷയത്തിന്മേൽ മറുപടിയുമായി സ്വർഗ്ഗം ഇറങ്ങണമേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. ദൈവകൃപയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ കൊടുത്ത് സന്തോഷത്തോടെ വസിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വകയെ ആഗ്രഹിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വർഗ്ഗം വഴി തുറക്കണമേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിക്കുകയപ്പാ. തടസ്സങ്ങൾ മുടക്കങ്ങൾ മാറ്റണമേപ്പാ. സന്തോഷത്തോടെ കടന്നുപോയി ഒന്നിച്ച് പാർക്കാനൊക്കെ ഭാഗ്യമൊരുക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു നാഥാ. സ്തോത്രം സ്തോത്രം. യാത്ര പോകുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്നു കർത്താവേ. ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമേ. എല്ലാ യാത്രയിലും കൂടെ ഇരിക്കണേ. ശത്രുവാൻ വഴിയിൽ ആരെയും തടയാൻ അനുവദിക്കല്ലേ. സ്വർഗം സുരക്ഷിതമായി കൊണ്ട് എത്തിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഹാലലൂയ കർത്താവേ. ഈ സമയം കർത്താവേ, വേർപാടിന് ദുഃഖം അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പാ. നീ ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ തക്കണം കൃപ നൽകണമേ എന്നും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലലൂയ കർത്താവ്, ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ കർത്താപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ചെറുതും വലുതുമായ ഉപജീവനമാർഗം സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ. ആരുടെയും മുൻപിൽ തലകുനിപ്പാൻ കൈനീട്ടുവാൻ സമ്മതിക്കരുത്. ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പോൾ എൻ്റെ കർത്താവ്, ചെറുതും വലുതുമായ ബിസിനസ്സുകളെ കർത്താവ് അനുഗ്രഹിക്കണം. ഓരോ നിമിഷവും വേണമെന്ന് കർത്താവ് കൊടുത്ത് പോഷിപ്പിക്കണം. എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം ഓരോ മക്കളുടെ മേലും വേണം കർത്താവേ. നീ അവിടുന്ന് സഹായിക്കണമേ. കരുണ കാണിക്കണമേ. അത്ഭുതം ചെയ്യണമേ. വഴികളെ തുറക്കണമേ അപ്പാ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു നാഥാ. സ്തോത്രം സ്തോത്രം. അപ്പോൾ ഈ സമയം ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ കൊണ്ടുതരിക. ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട്, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട്, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ടപ്പാ. സ്തോത്രം സ്തോത്രം. തലകറക്കത്താൽ ഭാരമുള്ളവരുണ്ടപ്പാ. ദൈവമായ കർത്താവെ, ഉറക്കമില്ലാത്തവരുണ്ട്, തലമുടി മുഴുവൻ കൊഴിയുന്നവരുണ്ട് കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ടപ്പാ. ശരീരമാസകാലം നീർക്കെട്ടും അതിവേദനയും ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. എൻ്റെ അപ്പൻ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണങ്ങാത്ത വ്രണമുള്ളവരുണ്ട് കർത്താവെ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവെ. അപ്പോൾ കാഴ്ചയും കേൾവിയും ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവരുണ്ടപ്പാ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. അപ്പോൾ വീൽ ചെയറിലായിരിക്കുന്നവർ, കിടക്കകളിലായിരിക്കുന്നവർ, കൈകാൾക്ക് ചലനമില്ലാതെ, സുബുദ്ധിയില്ലാതെ, സ്വന്തം കാര്യം ചെയ്യാൻ കഴിവില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, സഹായിക്കണമേ. അങ്ങ് മനസ്സിലെയും കരുണയുമുള്ള ദൈവമാണല്ലോ. നിലവിളിക്ക് മറിഞ്ഞിരിക്കുന്ന ദൈവമല്ലല്ലോ. കണ്ണുനീരിനെ തുടയ്ക്കണേപ്പാ. അതിൻ്റെ കുഞ്ഞുങ്ങളുടെ സങ്കടം പറഞ്ഞ് സഹായിക്കണമേ. ഇവരെ ചൊല്ലി ബന്ധപ്പെടുന്ന ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടപ്പാ. നീ അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളുകളായി ഈ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗിലിയാദിലെ സുഗന്ധക്കുഴമ്പ് ഇന്നുമുണ്ടല്ലോ. വൈദ്യൻ അവിടുന്നാണല്ലോ. തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവർ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി ഒരു തുള്ളി രക്തം മതിയപ്പാ. സകല രോഗത്തിനും സൗഖ്യം ലഭിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളത് രുചിച്ചറിഞ്ഞവരാ, ഞങ്ങളത് തിരിച്ചറിഞ്ഞവരാ, ഞങ്ങളത് കണ്ണാലെ കണ്ടവരാപ്പാ.
നന്ദി പിതാവേ, നന്ദി നന്ദി. ഇന്നും ആ കരം കുറുതല്ലല്ലോ, ചെവി മന്ദമായി പോയിട്ടില്ലല്ലോ അപ്പാ. പൊന്നുകരം നീട്ടണമേ, പൊന്നുകരം നീട്ടണമേ അപ്പാ. അണിപ്പഴുതുള്ള കരം നീട്ടണമേ. ആ സൗഖ്യമാകുന്ന കരം ഓരോ മക്കളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും മറക്കാത്ത വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അടിയൻ മറന്നാലും മറക്കാത്ത രോഗികളെ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിലെ അപ്പൻ്റെ മനസ്സലിവും കരുണയുമുള്ളതാർത്ത് നന്ദി പറയുന്നു. സഹായിച്ച് സൗഖ്യപ്പെടുത്തി സന്തോഷത്തിലും ദൈവകൃപയിലും ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഞങ്ങളുടെ ആവശ്യ സ്തോത്രത്തോട് അറിയിച്ചല്ലോ. അവിടുന്ന് തരുന്ന മറുപടിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. എല്ലാ മഹത്വവും അവിടുന്ന് എടുക്കണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തരണം. ആപത്തണ്ടത്തിൽ ഞങ്ങളെ വിടുവിക്കണം. പകർച്ചബാധയിൽ ഞങ്ങളെ വിടുവിക്കണം. എല്ലാം നന്മയ്ക്കായി ചെയ്യണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.